ഹായ്. കഴിഞ്ഞ 1-2 വീഡിയോകളിൽ നമ്മൾ ടൈൽ വിരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ആ സമയത്ത് നമ്മൾ ടൈൽ പേസ്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചൂസ് ചെയ്യുന്ന ടൈൽസിന്റെ വലിപ്പവും ഇത് എവിടെ വിരിക്കുന്നു എന്നുള്ളതൊക്കെ അനുസരിച്ച് ടൈൽ പേസ്റ്റ് തിരഞ്ഞെടുക്കുന്നതിലും ചില വ്യത്യാസങ്ങൾ വരും. അപ്പൊ ഇത് ഏതൊക്കെ തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. നോർമലി നമ്മൾ വീടുകളിൽ 4x2 വരുന്ന ടൈലുകളൊക്കെ ആയിരിക്കും ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ 4x2 വരെ വാളിലും അതുപോലെ 6x4 വരെ ഫ്ലോറിലും വിരിക്കുന്ന സമയത്ത് ടൈപ്പ് 2 C1 ഗ്രേഡിൽപ്പെട്ട പേസ്റ്റുകളാണ് യൂസ് ചെയ്യുക. ഇനി ഈ ഏരിയ തന്നെ വാട്ടർ പ്രൂഫ് ചെയ്ത ഏരിയ ആണെങ്കിൽ ഈ ടൈപ്പ് മതിയാവില്ല. അപ്പോൾ ടൈപ്പ് 2വിൽ തന്നെ C2 ഗ്രേഡിൽപ്പെട്ട പേസ്റ്റോ അല്ലെങ്കിൽ ടൈപ്പ് 3യിൽ C2 ഗ്രേഡിൽപ്പെട്ട പേസ്റ്റോ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഇനി 6x4 മുകളിൽ വരുന്ന ടൈലുകൾ വാളിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടൈപ്പ് ഗമ്മാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഈ ടൈപ്പ് 2 C2 ഓർ ടൈപ്പ് 3 C2 പേസ്റ്റുകൾ ഇറ്റാലിയൻ മാർബിൾ പോലെയൊക്കെ ഉള്ള ടൈലുകൾ യൂസ് ചെയ്യുമ്പോഴും ഫ്ലോറിങ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇതിനേക്കാളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയ ഹെവി സൈസും വെയിറ്റും ഒക്കെ വരുന്ന ടൈലുകൾ അല്ലെങ്കിൽ ബ്രിക്കൊക്കെ യൂസ് ചെയ്ത് ക്ലാഡിംഗ് ഒക്കെ ചെയ്യുമല്ലോ, അങ്ങനെയുള്ള സമയത്ത് ഈ പറഞ്ഞ 2 ടൈപ്പും മതിയാവാതെ വരും. അപ്പോൾ ടൈപ്പ് 4 S1 ഗ്രേഡിൽപ്പെട്ട പേസ്റ്റാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പണിയുന്ന വീടിൻ്റെ ഏരിയകൾക്കനുസരിച്ചിട്ടും എവിടെയാണോ ടൈല് വിരിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടും ഒക്കെ വേണം നമ്മൾ ടൈൽ പേസ്റ്റുകൾ ചൂസ് ചെയ്യേണ്ടത്.